അപ്പോൾ ഇതിൽ കണ്ണിൽ പിരികം വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് വലിയ കട്ടിക്ക് വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലത്തെ ഡാർക്ക്നെസ്സും നമുക്കിവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഫോട്ടോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒരു ഷെയ്ഡിങ് പോലെ അവിടെ പിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുന്നതുകൊണ്ട് നമുക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു റിയലിസ്റ്റിക് ആക്കി ഇങ്ങോട്ട് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ കണ്ണ് നമ്മൾ വരയ്ക്കുമ്പോൾ കണ്ണിൽ നമ്മൾ ഭാഗങ്ങളൊക്കെ നോക്കുക. ആ കൃഷ്ണമണിയിൽ ആ ഭാഗങ്ങൾ രണ്ടൊന്ന് വെളുത്ത ഡോട്ട് പോലെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം അതിൻ്റെ പുറമേ ഉള്ള നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഭാഗം ആ ഒരു പൊട്ട് പോലെ കാണുന്നതാണ്. അപ്പോൾ ആ ഭാഗം നമ്മൾ ഒഴിച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഫസ്റ്റിലെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക, അതിന് ശേഷം ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. അതുപോലെ കണ്ണിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഗ്രിഡ് ലൈൻസ് ഇല്ലാതെയും ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്തതിന് ശേഷം കണ്ണിൻ്റെ ഭാഗം സൂം ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് നോക്കിയിട്ട് ഡീറ്റെയിൽ ചെയ്യുക, ഹൈലൈറ്റ് കൊടുക്കുക. ആ ഒരു കണ്ണ് വരച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അടുത്ത കണ്ണിലേക്ക് പോകുന്നു. അവിടെ ഈ പറഞ്ഞ 2-3 ഡോട്ട് വരുന്നുണ്ട്. അതും നോക്കുക. നോക്കിയിട്ട് ശേഷം ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ടിട്ട് അതിൻ്റെ പുറമെ ബാക്കിയുള്ള ഭാഗം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതും സൂം ചെയ്ത് നോക്കുക കണ്ണ്. അപ്പോൾ തന്നെയാണ് നമ്മളിങ്ങോട്ട് വരച്ചേക്കുന്നത് നോക്കുക. നോക്കിയതിന് ശേഷം നമ്മൾ മാക്സിമം ഇങ്ങോട്ട് തന്നെ റിയലിസ്റ്റിക്കായി വരച്ചെടുക്കാൻ ശ്രമിക്കുക. പിന്നെ അവിടെ ആ പിരികം വരയ്ക്കുമ്പോൾ ഇങ്ങേ സൈഡ് നമ്മൾ വരച്ച അത്ര ഭാഗത്തെ പിരികത്തിൻ്റെ ഒരു ഭാഗം അവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് ഭാഗത്ത് അവിടെ കണ്ട് പിരികം വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്യുക. നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ ലൈൻസ് ഇട്ട് വെച്ചിരുന്ന ലൈൻസൊക്കെ മായ്ക്കുക. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പാർട്ടിലൂടെ നമുക്ക് ഈ വീഡിയോ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാം.